വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞങ്ങളിന്ന് രാത്രി കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇറങ്ങിയേക്കുന്നത്. നോമ്പായതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായിട്ടാണ് കേട്ടോ നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. നമ്മുടെ നിസ്കാരമെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത്. അപ്പോൾ ഫസ്റ്റ് എവിടേക്കാണെന്നൊന്നും നമുക്ക് പ്രത്യേകിച്ചൊന്നും തീരുമാനമൊന്നുമില്ല. എന്നാലും നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഇറങ്ങിയത് പേൾ ഖത്തറിലാണ് കേട്ടോ. ഇവിടെ കൂടുതലായിട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങളെയും കൂടെ കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ വീഡിയോസൊക്കെ അങ്ങനെ എടുക്കുന്നത്. എനിക്കിങ്ങനെ വ്ളോഗും കാര്യങ്ങളൊക്കെ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് പിന്നെ മറ്റൊരാളെ കാണിച്ചിട്ട് അതിനെക്കുറിച്ച് പറയാനും എനിക്കൊക്കെ അതിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ, അങ്ങനത്തെ കാര്യങ്ങളിൽ. അങ്ങനെ പിന്നെ അവിടെ നിന്ന് നമ്മളൊരു പൂളിൻ്റെ അടുത്തോട്ട് എത്തി കേട്ടോ. ഇവിടെയാണെങ്കിൽ നല്ല കൂൾ ആൻഡ് കാമായിട്ടുള്ളൊരു സ്ഥലമായതുകൊണ്ട് തന്നെ അവിടെ നിന്ന് പോരാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. എനിക്കിങ്ങനെ വെള്ളമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിൽ ഇറങ്ങാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ നമുക്ക് ഇവിടെ ഇറങ്ങാൻ കഴിയില്ലല്ലോ. അങ്ങനെ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ടോ. അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് ഒരു സംഭവം കണ്ടപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ നിൽക്കാനേ, എന്നാൽ പിന്നെ അതിൻ്റെ അടുത്തോട്ട് തന്നെ പോയാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. ഇതിൽ സംഭവം എന്താ എന്നെ അട്രാക്റ്റീവ് ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ അതിൻ്റെ അടുത്തോട്ട് പോയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ നാട്ടിൽ റെയറായിട്ട് കണ്ടുവരുന്ന ഒരു കാറാണ് കേട്ടോ ഇത്. ടെസ്ലയുടെ ട്രക്ക് എന്ന് പറയും. എനിക്കപ്പോൾ വെറൈറ്റി കണ്ടപ്പോൾ നല്ല ഇഷ്ടമായി. ഇവിടെ ഇതുപോലെ റെയർ ടൈപ്പ് ഓഫ് ഒരുപാട് വണ്ടികളൊക്കെ ഞാൻ അങ്ങനെ കാണലുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഞാനും എൻ്റെ ഹസ്ബൻഡ് ഭയങ്കര വണ്ടിപ്രേമികളാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എവിടെ വെറൈറ്റി ആയിട്ടുള്ള വണ്ടികൾ കണ്ടാലും അതിൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്യലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നിങ്ങായിട്ട് ഞാനിപ്പോൾ ഈ വണ്ടീനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാവുന്നതൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാത്തതെന്ന് വെച്ചാൽ ഒന്നില്ലെങ്കിൽ പുറത്തുള്ള നോയ്സ് അതുപോലെ തന്നെ കോപ്പിറൈറ്റ് വരുമെന്ന് വെച്ചിട്ടാണ് കേട്ടോ ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത്. സൈഡിൽ വേറൊരു വണ്ടിയും കൂടി ഉണ്ട് കേട്ടോ. അവിടെ ആൾക്കാരൊക്കെ ഇതുപോലെ ഫോട്ടോസൊക്കെ നിന്നിങ്ങായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ നടന്നിങ്ങനെ പോരേനെ. പേൾ ഖത്തറിൽ ചുറ്റി കാണാമെന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട്. പക്ഷേ നമ്മൾ ഒരുപാടൊന്നും അങ്ങനെ കാണുന്നില്ല. കുറച്ചായിട്ട് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നുള്ളൂ കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ അതിൻ്റെ അടുത്ത് തന്നെ വേറൊരു സ്പോട്ടിലോട്ട് ഇറങ്ങി കേട്ടോ. ഇവിടെ എന്ന് പറഞ്ഞാൽ സെൻട്രലായിട്ട് വാട്ടർ ഷോ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ചുറ്റിപ്പറ്റിങ്ങായിട്ട് കുറച്ച് ചെറിയ ടീ ഷോപ്പ് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയാണെങ്കിൽ ഇന്ന് ആൾക്കാർ കുറവാണ്. ഈ ഷോപ്പിൽ ഇൻസ്ട്രുമെൻറ്റ് മ്യൂസിക്കൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കേൾക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് പോകുന്നു. നമ്മൾ പിന്നെ ഒരു സ്ഥലത്ത് തന്നെ ഒരുപാട് ടൈമൊന്നും സ്പെൻഡ് ചെയ്യണില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമുക്ക് മൊത്തത്തിലൊന്ന് ലൈറ്റും അറേഞ്ച്മെൻറ്റൊക്കെ ഒന്ന് കാണാമെന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ നടക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചിട്ടൊക്കെ അങ്ങനെ നടക്കാമെന്ന് കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ നടക്കുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ കാഴ്ചകൾ കാണുകയും ചെയ്യുക, അതുപോലെ തന്നെ വ്യായാമം കൂടെ ആവുമല്ലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ. നമ്മൾ എത്തിയേക്കുന്നതെന്ന് വെച്ചാൽ ഒരു പോർട്ടിലാണ് കേട്ടോ. ഇവിടെ ഒരുപാട് ബോട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഈ ടൈമിലൊന്നും അങ്ങനെ ഇതിൻ്റെ സർവീസൊന്നും അങ്ങനെ ഇല്ല. അപ്പം അങ്ങനെ അവിടെ നിന്നിങ്ങായിട്ട് ദൂരത്തേക്കുള്ള കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടു നിൽക്കാമെന്ന്. ഇതെന്താ ഞാൻ എടുത്തതെന്ന് വെച്ചാൽ നമ്മൾ നടന്നു പോകുമ്പോൾ എവിടെ നിന്നൊക്കെ ആയിട്ട് സോങ് കേൾക്കുന്നതായിട്ട് കേൾക്കാം കേട്ടോ. അപ്പോൾ ഈ മരത്തിൻ്റെ ഇടയിൽ ഇതുപോലെ ഒരുപാട് ഭോഗം വിലാസൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഒരു സ്പീക്കർ വെച്ചേക്കുന്നത്. ഇവിടെ പലയിടത്തുമായിട്ട് ഞാനങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പം ഞാനങ്ങനെ ജസ്റ്റ് എടുത്തെന്നുള്ളൂ കേട്ടോ. ഈ അറ്റം മുതൽ ആ അറ്റം വരെ ഉണ്ട് കേട്ടോ നമുക്ക് ചുറ്റിക്കറങ്ങി കാണാനുള്ളത്. പക്ഷേ നമ്മൾ ഒരുപാടൊന്നും അങ്ങനെ പോകുന്നില്ല. ജസ്റ്റ് ഇവിടെ നിന്ന് തന്നെ മൊത്തത്തിലായിട്ട് ഇങ്ങനെ നോക്കാമെന്ന് കേട്ടോ. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ വീഡിയോസൊക്കെ ആദ്യമായിട്ടാണ് കാണുകയെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിലുള്ള ബെല്ലൈക്കൺ ഓൾ അമർത്തുക. എന്നാലേ പുതിയ വീഡിയോസൊക്കെ കാണാൻ പറ്റുള്ളൂ. നിങ്ങൾ തരുന്ന ഓരോ സപ്പോർട്ടാണ് കേട്ടോ എനിക്ക് വീണ്ടും വീഡിയോസ് ചെയ്യാനുള്ള എനർജി തരുന്നത്. അപ്പോൾ ഞങ്ങൾ പിന്നെ വേറൊരു ലൊക്കേഷനിലാട്ടോ നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടെയും ഇതുപോലെ നല്ല കാഴ്ചകളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ കാണാൻ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ശരി, എന്നാൽ ബൈ.